മൾട്ടിപ്ലെയർ കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ചെറിയ മാപ്പ് ആവുമ്പോ നമുക്ക് മാപ്പും അറിയാൻ പറ്റും. ഇതിൽ എവിടെയാണ് ആള് വരുന്നതെന്ന് അറിയുന്നത്. ഈ സെയിം സാധനമോ മാഷ് MP മാച്ച് കളിക്കാൻ വരുമ്പോ പറയുന്നത് ഇത് എവിടെയാ നിക്കണ്ടേ, എങ്ങോട്ടാ പോണ്ടേ? ഞാൻ MP മാച്ച് കളിക്കും ഇതേ അവസ്ഥയിലായിരിക്കും കിടന്ന് കറങ്ങും. എനിക്കൊന്നും മനസ്സിലാവില്ല ഇത് ഏതോ സ്ഥലം എങ്ങോട്ടാ പോകണ്ട ഒന്നും. MP ആണ്. MP മാത്രമേ ഞാൻ കളിക്കാറുള്ളൂ. ഇത് ഞാൻ നിങ്ങളുടെ കൂടെയോ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ കളിക്കൂ. ഞാൻ ഇവരുടെ കൂടെ അങ്ങനെ നമ്മളും ബിആർ കളിക്കലേ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരുപാട് ടൈം എടുക്കും. ഞാൻ അരമണിക്കൂർ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ കളിക്കുന്ന ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് കളിക്കുന്നത്. ഞാൻ താഴ്ചാടി പോയി. എന്താ വണ്ടി പൊട്ടിക്കേ? എന്റെ വണ്ടി അയ്യോ അത് പൊട്ടി. ഇതാരാ സമാധാനമായി. ഒരാശ്വാസമായി എനിക്ക്. ഇതാര് ഈ കാലെന്നെ വെട്ടാനായോ തൊണ്ടിപ്പരിശ? പഴം തരുന്നവനല്ല. ഇതാര് ഇത് പൊട്ടിച്ചു കളഞ്ഞ്? ഈ ഹോവർ ബൈക്ക് ചത്തോ? ലൂഫി ഇവിടുന്നേ എല്ലാ വീട്ടിലും കയറി തോക്കൊക്കെ പറക്കിക്കൊണ്ട് വരുവാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് കിട്ടൂലല്ലോ. ലൂഫി അങ്ങോട്ട് തിളങ്ങുവാ. ഈ തിളങ്ങുന്ന ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന കാരണം എല്ലാരും കാണുന്നത്. അയ്യോ ഇത് ഈ ക്യാരക്ടർ ഞാൻ കുറച്ച് നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് വാങ്ങിയതാ. അതുകൊണ്ട് ഞാനിത് ഇടും, ഒന്നും പറയരുത്. മറ്റേ അത് പബ്ജിയിലായിരുന്നു അല്ലേ ഉടുപ്പ് എടുക്കാൻ പറ്റുന്നേ? അതിലെടുക്കാൻ പറ്റും. അത് നല്ല രസമാണ്. ഉടുപ്പെടുക്കാൻ പറ്റും. നിങ്ങളുടെ മെയിൻ പണി അതായിരുന്നു. ആരുടെയെങ്കിലും നല്ല ഉടുപ്പ് അഴിച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ എനിക്ക് അതല്ലേ പണി. ഒന്ന് പോയൊന്ന് ഇതില് മെയിനായിട്ട് ഗണ്ണ് നമുക്ക് എടുക്കാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. ലെജൻഡറി മിത്തിക്കോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ അതേ ഇത് കിട്ടുകയും ചെയ്യും അല്ലേ? ഇതില് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അപ്പൊ നമുക്ക് കളിക്കാനും പറ്റും. അടിപൊളിയാണ്. മൾട്ടിപ്ലെയറിൽ നല്ല രീതിക്ക് ഇപ്പൊ ലെജൻഡറി ഒക്കെ ആയി കഴിഞ്ഞാൽ കളിക്കുന്നവന്മാര് ഓപ്പോസിറ്റ് കളിക്കുന്നവന്മാര് മിക്കവാറും നല്ല കണ്ടുകൊണ്ടായിരിക്കും കളിക്കുക. നമ്മൾ ഇതില് ക്യാഷ് മുടക്കി കളിക്കുന്നില്ലല്ലോ. ക്യാഷ് മുടക്കി കളിക്കുന്നവരൊക്കെ ലെജൻഡറി. അതൊക്കെ നമ്മുടെ തെക്കൻ്റെ അടുത്ത് എല്ലാ സാധനവും ഉണ്ട്. ലിയോന്റെ അടുത്തുണ്ടോ? ലിയോടെ ഏതോ ഒരെണ്ണം ഏതോ ഇപ്പൊ ഒരു ടൈപ്പ് ഇരിപ്പില്ലേ, ഒരു ടൈപ്പിന്റെ ഒരു ലെജൻഡറി സാധനം അവനടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ടൈപ്പ് ആണ്. ഇതിനകത്ത് നമ്മള് ഡയറക്റ്റ് പൈസ കൊടുത്തങ്ങ് മേടിക്കുമല്ലോ ഈ CP പോയിന്റ് അങ്ങനെ എന്തോ മേടിച്ചിട്ട് നമ്മള് മറ്റേ ലെജൻഡറി വേണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. അതെ അങ്ങനെയല്ലേ പറഞ്ഞ പൈസ കൊടുത്തിട്ട് ഡയറക്റ്റ് മേടിക്കാൻ പറ്റൂല്ലേ? അങ്ങനെ എന്തോ അല്ലേ? CP എടുക്കണം. CP എടുത്ത് പിന്നെ വേണ്ടേ, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിച്ചിട്ടാലും മതി. എന്ത് സ്വീപ്പ് എടുക്കണമെന്നോ? അടിച്ചു വാരി എടുക്കണോന്ന്. അടുക്കള പണിയൊക്കെ ബോട്ട് വന്നു. പോയി ബോട്ട് വന്നു. ഇവിടെ ഒന്നുമില്ല. ബോട്ട് വന്നു. അയ്യോ വെള്ളത്തിൽ ചാടിപ്പോയി. ഇവിടെ പോയാലും വെള്ളത്തിൽ ചാടും. അതെന്റെ ആളാന്നാ എനിക്ക് തോന്നുന്നേ. ബോട്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബോട്ടൊന്നും അല്ലത്.
അതെന്റെ ഏത് അവൻ നോക്കാവുമായിരുന്നോ അതോ നോക്കായി? ഉണ്ടോന്നറിയാൻ. ഒരു ഫ്രാഗ് ഗ്രനേഡ് എടുത്തേക്കാം. ഇത് ഒരാളും കൂടി ഉണ്ടല്ലോ ഇവിടെ എവിടെയോ, ഒന്നിന്റെ അടുത്ത്. ഇതിലൊരു AK-117 ഉണ്ട്, അത് വേണോ? മാഷ നിങ്ങക്ക് വേണോ? ഇല്ല എവിടെ എടുക്കില്ല. ഇവിടെ ഇല്ലല്ല ഞാൻ എടുക്കില്ല. എടുത്തോ ആദ്യം ഞാനും എടുത്തോ. മാത്രമേ ഉള്ളൂ. എടുത്തോ? ആരെടുത്തേ? ഇച്ച എടുത്തു. അത് ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഞാനും എടുത്തില്ല. ഞാൻ ഇവിടെ AK-47 കിടക്കുന്നുണ്ടോ? അത് ഞാൻ ഇട്ടതാ. മനസ്സിലായില്ലേ? അത് ഇപ്പഴേ ഇട്ടേ. എന്റെ അമ്മീ, ഒരു പനി ഒരെണ്ണത്തിന് തലയിലോട്ട് ഇടും. എന്തൊരാശ്വാസം അല്ലേ. ആന്ന്. ചെറിയൊരു സുഖം. ചെറിയൊരു സുഖം. ഞാൻ എടുത്തില്ല, ഇച്ച എടുത്തത്. നോക്കുമ്പോ ഈ 47 ആരാ ഇട്ടത്? അത് ഞാനാണ്. അത് കഴിഞ്ഞിട്ടാ. അത് ഏത് കഴിഞ്ഞിട്ട്? എങ്ങട്ടാ പോണേ? ചുമ്മാ ഒരു ചോറ് കിട്ടത്തില്ല കേട്ടാ. ഓ ഇന്ന് നേരത്തെ കഴിച്ചതാ. നേരത്തെ കിട്ടി, എനിക്കറിയാം അതുകൊണ്ട് കളി ഞാൻ കളിക്കാൻ പറയാം. കിട്ടൂല. വെറുതെ അല്ല പറയാൻ ധൈര്യം. എവിടേക്കെങ്കിലും പോവാൻ വാ. എങ്ങോട്ടേക്ക് പോവാ ബ്രോ? ഈ ചിപ്പ് എടുത്തിട്ട് പോകുമല്ലേ. ലൂട്ട് എടുത്തെടുത്തെടുത്ത് അവസാനം അവർക്ക് കൊടുക്കും. ന്യൂക്ലിയർ എവിടെയാടാ? ഇവിടെ ചിപ്പ് ഉണ്ട്. അവിടെ പോണ്ട. ഇവിടെ ഞാൻ നിക്കുന്നിടത്തോട്ട് ഇങ്ങി വാ. രണ്ടാ. ഓക്കേ. ഓ, സ്കേറ്റിംഗ് ബോർഡ് കിട്ടാത്ത കാരണം നടന്ന് വരണം. ഇനി മിണ്ടരുത്. എടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ നോക്കുമ്പോ എന്റെ പെട്ടിയൊക്കെ ഇങ്ങനെ പറക്കുന്നു. പലയാതി അവസ്ഥ കണ്ടിട്ടുണ്ട്. കുറച്ച് മുന്നേ എടുക്കാറുണ്ട്. തൊട്ട മുന്നിലാ പെട്ടി. ഞാൻ അവന്മാരൊന്ന് അടിച്ചു തീർത്തിട്ട് കേറാലോ എന്ന് വിചാരിച്ച് നിക്കുക. പിന്നെ പോട്ട സാധനം എടുക്കാൻ. സ്മോക്ക് ഉണ്ടല്ലോ. പിന്നെ ഞാൻ മാഷിനത് എറിയാനുള്ള വിവരം ഒന്നും പെട്ടെന്ന് വരികയല്ല, അതുകൊണ്ടാ. ആ 3 പേര് നിക്കുന്നിടത്തുനിന്ന് എങ്ങനെയാണെങ്കിലും അപ്പുറത്തെ സൈഡിൽ സ്നൈപ്പർ, തൊട്ട് താഴെ ഒരു മറ്റേ ഗണ്ണും കൊണ്ടുവരുത്താൻ. എങ്ങനെയാണേലും ഞാൻ ഇറങ്ങി അടി കിട്ടും, ഉറപ്പാ. ഇതിപ്പോ മാഷ് പറയുന്ന വിശ്വസിക്കുമല്ലാണ്ട് ഞങ്ങള് കണ്ടില്ലല്ലോ. 1-1-6 തന്നെ അല്ലായിരുന്നോ? അവിടെ ആകെ 2 ആളാണുള്ളായിരുന്നു. മാഷിന് ഈസി ആയിട്ട് കൊല്ലായിരുന്നു. അതാണ് ലൂഫി പകുതി അടിച്ച് ആർമർ പ്ലേറ്റ് ഒക്കെ പൊട്ടിച്ചു വെച്ചതായിരുന്നു. മാഷ് പിന്നെ കളിക്കാറിയാത്തോണ്ട് ആ 2 പേരാണ് 3 എണ്ണത്തിനെ വീഴ്ത്തിയെന്നൊക്കെ പറഞ്ഞ. എവിടേക്കെങ്കിലും പോവാ. വണ്ടി എടുക്കും. എടുക്കാത്ത ചിപ്പെടുത്തില്ലല്ലോ. ഞാൻ ചിപ്പെടുത്തു. ഞാനെടുത്ത്. ഈ ലൂഫി ആയിരിക്കും. ലൂഫി ചിപ്പെടുത്തോ? ഇങ്ങട് വാ, ഇങ്ങട്. വെറുതെ ചാടി നടക്കുവാ. ഇതെന്താ എനിക്ക് കയറാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. ഓഹോ, ഡ്രൈവിംഗ് സീറ്റ് മാത്രമേ കയറത്തുള്ളൂ. അല്ലല്ല, സത്യം സീരിയസ് ആയിട്ട്. ഇതെന്താ എനിക്ക് പറ്റാത്ത? ഇതിലുണ്ടാവും. ഇത് എന്താ ഞാനിപ്പോ സ്കില്ല് എന്താ ഡ്രോണൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? മാഷിന് എങ്ങനെയാ മനസ്സിലായ ഒരാൾ എടുത്തിട്ടില്ലാന്ന്? സൈഡില് വയലറ്റ് കളറിലുണ്ടാവും, പർപ്പിൾ കളറില്. ഒരു കാര്യം ചോദിക്കാണ്ട് പറഞ്ഞു തരൂല? അറിയത്തില്ലെങ്കിൽ ചോദിക്കണോ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, ബേസിക് ഉള്ള കാര്യങ്ങളല്ലേ. ഇത്രയും വിവരമില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ഇച്ചയോ ആണ്ടേ എനിക്ക് ധൈര്യമായിട്ട് എന്തും പറയാം. ഇച്ചിക്ക് അറിയായിരുന്നോ? ഗെയിം തീരാതെ ചോറ് തരുന്നില്ല. അല്ല, നാളെ എനിക്ക് പണി മറ്റന്നാളാകുമ്പോഴേക്കും മറന്നു പോയിക്കോളൂ. അരണേന്റെ പിന്നെയും ലൂട്ട് എടുക്കാനാ പോകുന്നത്. ഈ മാഷ് ലൂട്ടില്ലാണ്ട് വരൂല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. മാഷ് അത് നേർച്ചയാണ്. ഈ ലൂട്ട് എടുത്ത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുക. പാറ ഇടിച്ചങ്ങ് പറിക്കങ്ങിട്, എന്നിട്ട് ഇതിന്റെ മേലെ വെച്ചോണ്ട് പോവാ. എന്നതൊക്കെ ആരോ ബാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വണ്ടി 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 ആള് വന്നു.
ഓടിക്കോ ഇല്ലെങ്കിൽ ഇവിടെ ഹൈ ഗ്രൗണ്ടിൽ എവിടെ നിർത്ത്, ഇവിടെ ഹൈ ഗ്രൗണ്ടിൽ എവിടെ നിർത്ത. അവന്മാര് വരും വരും. അവന്മാരെന്ന് പറയാൻ ഇല്ലെന്ന് തോന്നുന്നു, ലൂട്ട് തീർന്നിട്ടില്ല. EMP ഡ്രോണൊക്കെയാണ് എന്റെ കയ്യിൽ. അത് എന്താണോ മോനെ? ഒരു ഫുൾ സ്ക്വാഡാ. ഓടിക്കും വണ്ടി കിട്ടും. കാണല്ല ആരും എടുക്കാൻ പറ്റില്ല. ഓടല്ലേ, അടിച്ചു കൊല്ലുന്നേന്ന്. പുറകിലാറാ അടുത്ത ആള്. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ളതൊക്കെ ബോട്ടാന്ന് തോന്നുന്നു. ഇപ്പൊ അടിക്കാൻ നിക്കല്ലേ, ഇപ്പൊ അടിക്കാനും നിന്ന് കഴിഞ്ഞാൽ തല്ല് വാങ്ങിച്ചു. ഒരാളെ ഡെഡാക്കി. ഫയർ റേഞ്ച് പൊളിയാ. ബാ ഇങ്ങട്, നമ്മള് മാത്രം അവിടെ തെളിഞ്ഞു നിപ്പുള്ളൂ. ഇങ്ങട് ബാ ഇങ്ങട്. പേടിക്കണ്ട, ഓടിക്കൊണ്ടിരിക്കുന്ന. അതല്ലേ പറയുന്നേ. ഇതൊരുമാതിരി ഓട്ട മത്സരം പോലെയാണ്. ആവശ്യമില്ലാതെ കേറി അടി വാങ്ങിക്കുന്നതും അങ്ങോട്ട് തല്ല് വാങ്ങിക്കുന്നതും. ചോപ്പർ വന്നു, ചോപ്പർ. ഞാൻ ലൂഫിന്റെ കാർഡ് എടുക്കാൻ വേണ്ടി ഇവിടെ നിപ്പുണ്ട്. ചോപ്പർ പൊട്ടിച്ചു. ഒരാളെ മാനസികമായിട്ട് തളർത്തുന്നതിന് കേട്ടോ. അല്ല, നമ്മൾ ഒരുപാട് ദൂരെയാണ്, അത് ബുദ്ധിമുട്ടാവില്ല എടുക്കാൻ. അതുകൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് തല്ലുന്ന മനുഷ്യനോട് പറയുക ഡോക്ടറെ കൊടുക്കാനാ ഞാൻ നിൽക്കുന്നത്. പുകയൊക്കെ എറിയുന്ന എന്തിനാ? എന്താ ഒരു സഹായം അതില്ല, ഞാനിവിടെ ഉണ്ട്, കാർഡ് എടുത്തോളാം. അല്ല, നിങ്ങൾ എല്ലാരും കൂടെ വന്ന് നമുക്ക് അവരെ അടിച്ചൂടെ? അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ പണ്ട് വിചാരിച്ചത്. ഈ മാഷിന്റെ കൂടെ കളിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഓടുകയുണ്ട് ഈ കളിയത്. എനിമി വന്നാൽ നമ്മൾ ഓടിക്കോളുക. ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ജീവിച്ചിറങ്ങുന്നതാ. അതന്നെ, വാ അടിക്കാം. സ്നൈപ്പറൊക്കെ വെച്ചിട്ടാണോ ഓടാൻ പറയണത്? ഇവിടുന്ന് അടിക്കും. ഞാൻ നല്ല അടി അടിക്കുന്നുണ്ട്. അവന് കൊള്ളാത്തതിന് എന്ത് ചെയ്യും? എനിക്കിത് കളിക്കാൻ തന്നെ അറിയില്ല. ആട് സിനിമ പറഞ്ഞല്ല, അന്നക്കിട്ട് കൊടുത്ത അമ്മണിക്കിട്ട് പോലും ഓവർ ബൈക്കിന് വരുന്നുണ്ട്. കുനിഞ്ഞെവിടെയും ഇരിക്കാവോ? അയ്യോ, ആള് വന്നു. ഞാൻ പറഞ്ഞതാ വേണ്ട കേട്ടില്ല. നമ്മുടെ ആൾക്കാരല്ലേ വന്നേ. അടിച്ചോ, ഞാൻ അവരെ ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. വേഗം അടിച്ചോ. എങ്ങനെയാ ഡിസ്ട്രാക്ട് ചെയ്തേ? ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നേ. പോവാം. പോവല്ലേ ഫയറങ്കിള്. ഈ ചെറിയ വണ്ടിയെ ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. അല്ല, അത് 3 പേർക്ക് കയറാം. വന്ന് കേറ്. ഫയറാൻഡി വന്നേ. ഞാൻ കുഴിയിലായി പോയി. നിങ്ങള് കേറിക്കോ, എവിടെയെങ്കിലും കേറിക്കോ. ഫയറാൻഡി പിക്ക് ചെയ്ത് പെട്ടെന്ന് പിക്ക്. നിങ്ങൾ എവിടെയാന്ന്? ഇങ്ങോട്ട് പോകുന്നു ഫയറാൻഡി. ഞാൻ മുന്നോട്ട്. ഏതാ ടീം നോക്കിയേ? ഫയറാൻഡി വണ്ടി കയറിക്കേ. ഇതിന്റെ എവിടെ കയറാനായി? അത് ഇവിടെ ആളുണ്ട്. ഇവിടെ എങ്ങനെ ഇറങ്ങി നിന്നാലും മാഷുണ്ട് ഇവിടെ. ആണ്ടേ വേറെ ടീമുണ്ട്. അടുത്ത ആളുണ്ട്. അയ്യോ, എനിക്ക് ബുള്ളറ്റ് ഇല്ല. നിങ്ങളിത് ഈ ഫൈറ്റിനിടയ്ക്കൊന്നും ഇങ്ങനെ പറയല്ലോ കേട്ടോ, ബുള്ളറ്റ് ഇല്ലാന്ന്. ആള് വന്നു. വണ്ടി. ഓ, എനിക്ക് അടി കിട്ടി. നമ്മാരെ ടാഗ് എടുത്തു തോന്നിപ്പോ. പക്ഷെ അതിന് നല്ല അടി ഞാൻ അടിച്ചിട്ടുണ്ട്. ഇവനെ ആരാ അടിച്ചേ? ഞാൻ ഇഷ്ടപ്പെട്ടില്ല.
ലെജൻഡറി കാറിനെ കീർത്തല്ലി ആള് എല്ലാരും ഓടിച്ചിട്ടടി. ഒരാളുണ്ടേ, ഒരാളെ കൂടി ഇട്ടാ അവൻ ഓടി കണ്ട വഴി. പക്ഷെ ഈ സൈഡ് വഴി പിടിക്കാം. അയ്യോ ഈ വീടിന്റെ ഉള്ളിൽ നിറയെ ആളുണ്ട്. ആണ്ടേ ഹോവർ വേറെ. മാത്രല്ല ഇതിനുള്ളിൽ മൊത്തം ആളാണല്ലോ. ഞാൻ പോവാ, ഞാൻ ഈ കളിക്കില്ല, വെറുതെ ചാവാൻ വേണ്ടിട്ട്. ഈ ലെജൻഡറി ആർക്കെങ്കിലും വേണോ? ലെജൻഡറി എന്തിനാ ഇപ്പൊ നമുക്ക് ഈ ഫൈറ്റ് നമുക്ക് എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കണ്ണ് വെച്ച് കൊല്ലാൻ അറിയത്തില്ല, പിന്നെ ഈ അവരുടെ കണ്ണെടുത്തിട്ട് ഈ ഗണ്ണും പിടിച്ചോണ്ട് ഇവിടെ ഫുൾ ആളാന്നേ. എടാ ഫുൾ ആളാ. അവിടെ എന്താ ചെയ്യണ്ടേ? എന്തുവാടെ ഈ റോട്ടിലാണ് അടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഫൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ സോൺ അടിച്ച ആവത്തേ ഉള്ളൂ. അത് നേരെ വാ, സോണി കേറാ ആദ്യമേ. വണ്ടി വണ്ടി എന്നെ ഇടിച്ചു വണ്ടി. അത് നന്നായി വണ്ടി അടിച്ചത്. ശുഭം രണ്ടുപേരെ വീണുണ്ട്. അല്ല രണ്ടുപേരെ അടിച്ചിട്ടുണ്ട്. ഇനി ആരാ ഉള്ളത്? നമുക്ക് സോൺ അടിച്ചേ ആവും. അത്രയും ദൂരമല്ലേ. ഇനി നമ്മള് കേറാൻ പറ്റില്ലടാ. നമ്മളെ പറയുന്നത് ഈ ലൂഫി ഒരു അക്ഷരം പറഞ്ഞാൽ കേൾക്കല്. ഇനി മേലെ വന്നേക്കരുത് കളിക്കാൻ. അങ്ങ് പോയേക്കുവാ വഴിയെ. ഞാൻ നിങ്ങളൊക്കെ സോണി കയറി വിചാരിച്ചില്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് വിചാരിച്ചു. ലൂഫിയുടെ കാട് പുറക്കാൻ നിന്ന് എന്റെ പുറകെ പാവം ഒരുത്തൻ ഓടി വരുന്നുണ്ട്. അവനേലും മരിക്കുവോ പോലും. ഇത് തിരിഞ്ഞോട് അവനെ കൊല്ലിക്കാം. ഞാൻ മരിച്ചു. കഴിഞ്ഞ കളി 7ാമതെത്തി, ഈ കളി 7ാമതെത്തി. ലെജൻഡറിക്കാരനെ അടിച്ചാൽ അവരെനിക്ക് എന്തെങ്കിലും തരുവോ?